വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജോഗ്രഫിയുടെ ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. SSC RRB പരീക്ഷകളിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ജോഗ്രഫിയിലെ, അതായത് ഇന്ത്യൻ ജോഗ്രഫി അങ്ങനെ ഉൾപ്പെടെ നമ്മുടെ ജോഗ്രഫിയിലെ കംപ്ലീറ്റ് ടോപ്പിക്ക് സീരീസ് ആയിട്ട് പാർട്ട് വൈസ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഐ എം ഹരി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരാന്ത റൈസ് യൂട്യൂബ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജോഗ്രഫിയിലെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫി ഇൻക്ലൂഡ് ചെയ്യുന്നത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസ്, അതായത് നമ്മുടെ എന്താണ് ഹിമാലയൻ പർവ്വത നിരകൾ, അതായത് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഉൾപ്പെടുന്ന ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസും നോർത്ത് ഈസ്റ്റ് മൗണ്ടെയിൻ ഹിൽസും അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫസ്റ്റ് ഫിസിക്കൽ ഡിവിഷനാണ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ്. സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർത്തേൺ പ്ലെയിൻസ് ആണ്. നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പർവ്വത നിരകൾക്ക് പകരം അവിടെ എന്താണ്? പ്രതലമാണ്, പ്ലെയിൻസ് ആണ് കൂടുതലും വരുന്നത്. അലൂവിയൽ, റിച്ച് അലൂവിയൽ ഡെപ്പോസിറ്റ് ഒക്കെ കൂടിയ നമ്മുടെ അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല സോയിൽ അടങ്ങിയിട്ടുള്ള നോർത്തേൺ പ്ലെയിൻസ് ആണ് നെക്സ്റ്റ് ഡിവിഷൻ. അതായത് നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ തൊട്ട് താഴെ ആയിട്ട് കാണപ്പെടുന്ന റീജിയനാണ് എന്ത്? നോർത്തേൺ പ്ലെയിൻസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ നമ്മുടെ മൗണ്ടെയിൻ റീജിയൻസിനെ കാട്ടിയും കുറച്ചധികം പോപ്പുലേഷൻ കൂടുതലാണ് നോർത്തേൺ പ്ലെയിൻസിൽ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പെനിൻസുലാർ പ്ലേറ്റു, അതായത് ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയൻ, അതായത് എന്താണ് നമ്മുടെ സെൻട്രൽ ഇന്ത്യയും സൗത്ത് ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന പെനിൻസുലാർ റീജിയൻ, അതായത് ഈ വരുന്ന പെനിൻസുലാർ റീജിയനിലുള്ള പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലേറ്റു ആണ് നെക്സ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഡിവിഷനിൽ മൂന്നാമത് വരുന്നതാണ് എന്ത്? പെനിൻസുലാർ ഇന്ത്യ. ദെൻ അടുത്ത ഏതാണ്? ഇന്ത്യൻ ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് മേഖല ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തിനെയാണ് നമ്മുടെ നെക്സ്റ്റ് ഫോർത്ത് ഡിവിഷനായിട്ട് ഫിസിക്കൽ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ഡെസേർട്ട്, അതായത് താർ ഡെസേർട്ടാണ് ഇന്ത്യയിലുള്ളത്. അതായത് നമ്മുടെ എന്താണ്? ഗുജറാത്ത്, രാജസ്ഥാൻ പ്രദേശത്തുള്ളത്. നെക്സ്റ്റ് വരുന്ന എന്താണ്? കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ തീരപ്രദേശങ്ങൾ, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, ഈസ്റ്റേൺ ഗാട്സ്, കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന തീരപ്രദേശങ്ങൾ, അതായത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശങ്ങളാണ് എന്ത് വരുന്നത്? കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. അതാണ് എന്ത്? നമ്മുടെ 5ാമത്തെ ഫിസിക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 6ാമത് വരുന്നത് ഐലൻഡുകളാണ്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ പോലുള്ള ഐലൻഡുകളാണ് അവസാനമായിട്ട് എന്ത് വരുന്നത്? നമ്മുടെ ഫിസിക്കൽ ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ ഈ 6 ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? മൗണ്ടെയിൻ, ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസും ആണ്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിലെ ഫിസിക്കൽ ഡിവിഷനായിട്ട് വരുന്ന ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ നോർത്ത് മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയ ആണ്. ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ റേഞ്ചസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, നോർത്ത് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള റീജിയൻസ് ആണ് ട്രാൻസ് ഹിമാലയ. അപ്പം നമ്മൾ 3ആയിട്ട് ഹിമാലയ തിരിക്കാം. എന്താണ്? ട്രാൻസ് ഹിമാലയ, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ പർവ്വത നിരകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: ട്രാൻസ് ഹിമാലയ, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ കൂടുതലും വരുന്ന എന്താണ്? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് ആണ് വരുന്നത്. എന്ത് റേഞ്ചസ് ആണ്? കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സാസ്കർ റേഞ്ച് പോലുള്ള റേഞ്ചുകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയ കഴിഞ്ഞ് കുറച്ച് അടുത്ത് വരുമ്പോൾ ആര് തുടങ്ങുന്നുണ്ട്? ഹിമാലയൻ മലനിരകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ട്രാൻസ് ഹിമാലയൻ ഹിമാലയൻ മലനിരകളാണോ എന്ന്. അല്ല, ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ട്രാൻസ് ഹിമാലയയുടെ എൻഡ് പോയിന്റും എന്താണ്? ഒരു സ്ഥലത്താണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ കഴിഞ്ഞ് നേരെ വരുന്ന ആരാണ്? ഹിമാലയസ് ആണ്. അപ്പോൾ ഹിമാലയസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണ്? മേജർ 3 ഡിവിഷൻസ് ആണുള്ളത്. ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അഥവാ എന്താണ്? ഗ്രേറ്റർ ഹിമാലയ,
ലെസർ ഹിമാലയ, പിന്നെ എന്താണ് ഏറ്റവും ഇന്നറിൽ അകത്ത് കാണുന്ന സീവാലിക് അഥവാ ഇന്നർ ഹിമാലയ. അപ്പോൾ ഈ ഒരു 3 ഡിവിഷൻസ് ആണ് ഹിമാലയസിൽ മേജറായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലകൾ, അതായത് നമ്മുടെ നാഗാലാൻഡ്, ആസാം, മിസോറാം പോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന ഹിൽ റീജിയൻസിൽ വരുന്നതാണ് എന്ത്, പക്തായ്ബം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് എന്ന് പറയുന്ന ഹില്ലി റീജിയൻസ് വരുന്നതാണ് നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അഥവാ തുടങ്ങുന്ന സ്ഥലം. അതായത് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോർഷനിൽ ഏറ്റവും മുകളിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ എന്താണ്, ട്രാൻസ് ഹിമാലയാസ് ആണ്. അതായത് ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ വരുന്നത് ഹിമാലയൻ റേഞ്ചസിൽ നിന്നാണ്. ആ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് നോർത്തേൺ ഹില്ലി റേഞ്ചസിലാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ തൊട്ട് മുകളിൽ ഒരു പീഠഭൂമി പോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റും നമുക്ക്. അതായത് ദാ ഈ ഒരു പോർഷൻ, അപ്പൊ ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ കാരക്കോറം, സാസ്കർ, ലഡാക്ക്, പിർപഞ്ചാൽ റേഞ്ചുകൾ വരുന്ന ട്രാൻസ് ഹിമാലയയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ് വരുന്നത്, പാമീർ നോട്ട് എന്ന് പറയുന്ന നോർത്തേൺ മോസ്റ്റ് പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്ന പാമീർ നോട്ട്. പാമീർ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. പാമീർ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. എന്തിന്റെ ജംഗ്ഷനാണ്, പർവ്വത നിരകളുടെ ഒരു ജംഗ്ഷനാണ്. അതായത് ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിന്റെ ഏറ്റവും നോർത്ത് പോയിന്റ് എന്താണ്, പാമീർ നോട്ടാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ നിരകൾ, അതായത് ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എവിടെ നിന്നാണ്, പാമീർ നോട്ടിൽ നിന്നാണ്. അതേപോലെ തന്നെ കുൻലുൻ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ ചൈനയിലേട്ട് എന്താണ് പോകുന്ന മൗണ്ടെയിൻ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, പാമീർ നോട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഒരു ജംഗ്ഷൻ ആയിട്ട് നമുക്ക് പാമീർ നോട്ടിനെ പറയാം. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ നോർത്ത് മോസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്, പാമീർ നോട്ട്. തൊട്ട് അടുത്ത് വരുന്നതാണ് കുൻലൂൺ മൗണ്ടെയിൻ റേഞ്ചസും. നെക്സ്റ്റ് അതായത് പാമീർ നോട്ടിന്റെ നോർത്ത് വെസ്റ്റ് പോർഷനിൽ വരുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ആണ് എന്ത്, ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ റേഞ്ചസ്. പാമീർ നോട്ടിന്റെ സൗത്തിൽ വരുന്നത്, പാമീർ നോട്ടിന്റെ സൗത്തിൽ വരുന്നതാണ് എന്ത്, ട്രാൻസ് ഹിമാലയ. അതായത് നമ്മുടെ കാരക്കോറം റേഞ്ച്, കറക്റ്റ് പറഞ്ഞാൽ എന്താണ്, കാരക്കോറം റേഞ്ച് പാമീർ നോട്ടിന്റെ നേരെ സൗത്തിലാണ് വരുന്നത്. അതിന് ഈസ്റ്റിലേക്ക് വരുന്നത് കുൻലുൺ മൗണ്ടെയിൻ റേഞ്ചസ്, അത് നേരെ ചൈനയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ പാമീർ നോട്ട് ജംഗ്ഷൻ ആണ് മൗണ്ടെയിൻ റേഞ്ചസിന്റെ. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ പ്രത്യേകത എന്താണ്, ഞാൻ പറഞ്ഞു ട്രാൻസ് ഹിമാലയ എന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയ, അതായത് മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് മാത്രമല്ല ട്രാൻസ് ഹിമാലയയുടെ ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റേഴ്സ് ആണ്. 3000 മീറ്റേഴ്സ് ആണ് ട്രാൻസ് ഹിമാലയയുടെ എന്ത് വരുന്നത്, ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. എത്രയാണ്, 3000 മീറ്റേഴ്സ് ആണ് ട്രാൻസ് ഹിമാലയയുടെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. അത് മാത്രമല്ല വിഡ്ത്ത് വരുന്നത് എത്രയാണ്, 40 കിലോമീറ്റർ. ലെങ്ത് വരുന്നത് 965 കിലോമീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത്. അതായത് നമ്മുടെ കാരക്കോറം റേഞ്ച് മുതൽ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ വരെയുള്ള ലെങ്ത് ആണ് എന്ത് വരുന്നത്, 965 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ പറയും ഏറ്റവും നോർത്ത്, അത് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പാർട്ടിലുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ട്രാൻസ് ഹിമാലയ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും ഏറ്റവും ഉയരം കൂടുതൽ ട്രാൻസ് ഹിമാലയക്ക് ആയിരിക്കും എന്നൊരു ഗസ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ല. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ ഹൈറ്റ് വരുന്നത് ഏതാണ്ട് എന്താണ് 3000 മീറ്റേഴ്സ് മാത്രമാണ്. പക്ഷേ നമ്മളെല്ലാം ചിന്തിക്കും ഏറ്റവും മുകളിലിരിക്കുന്നത് എന്താണ്, ട്രാൻസ് ഹിമാലയാണ്. അതിൻ്റെ താഴെയാണ് ഹിമാലയൻ റേഞ്ചസും ഈവൻ ഹിമാദ്രി, ഹിമാചൽ അങ്ങനെ പോകുന്ന എല്ലാ മൗണ്ടെയിൻ റേഞ്ചസും വരുന്നത് തൊട്ട് താഴെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ലോജിക്കലി ചിന്തിക്കും ഇതായിരിക്കും ഏറ്റവും ഹൈറ്റ് എന്ന്. പക്ഷെ അല്ല, വെറും 3000 മീറ്റേഴ്സ് മാത്രമാണ് ട്രാൻസ് ഹിമാലയയുടെ ആൾട്ടിറ്റ്യൂഡ് മാക്സിമം വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഹിമാദ്രിക്കും അതായത് ഗ്രേറ്റർ ഹിമാലയക്കൊക്കെ 6000 മുകളിൽ എന്തുണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് ട്രാൻസ് ഹിമാലയ അല്ല ഏറ്റവും വലുത്, ശ്രദ്ധിക്കണം. ട്രാൻസ് ഹിമാലയ എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഹിമാലയത്തിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ട്രാൻസ് ഹിമാലയയുടെ ഒറിജിൻ വരുന്നത് എവിടെയാണ്, നമ്മുടെ പാമീർ നോട്ടിന്റെ തൊട്ട് താഴെ. കാരക്കോറം റേഞ്ചും പാമീർ നോട്ടും
വളരെ അടുത്തടുത്താണ് വരുന്നത്. ഏറ്റവും നോർത്ത് മോസ്റ്റ് പോർഷനിൽ മുകളിൽ വരുന്ന ഒരു ജംഗ്ഷനാണ് പാമർ നോട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ പാമർ നോട്ടും പാമർ നോട്ടിൻ്റെ നോർത്ത് വെസ്റ്റും പാമർ നോട്ടിൻ്റെ ഈസ്റ്റ് പോർഷനും സൗത്ത് പോർഷനും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്ക്. നോർത്ത് വെസ്റ്റിൽ വരുന്ന ഏറ്റവും എൻഡിൽ വരുന്ന സ്ഥലം ഏതാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് പാമർ നോട്ടിൻ്റെ നോർത്ത് വെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് എന്താണ്? ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ചസ് ആണ്. പാമർ നോട്ടിൻ്റെ നോർത്ത് വെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ചസ് ആണ്. പാമർ നോട്ടിൻ്റെ സൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ കാരക്കോറം. കാരക്കോറം മൗണ്ടൻ റേഞ്ചസ് അഥവാ ട്രാൻസ് ഹിമാലയയുടെ തുടക്കമാണ് സൗത്തിൽ വരുന്നത്. ഈസ്റ്റിൽ വരുന്ന ഏതാണ്? കുൻലുൻ മൗണ്ടൻ റേഞ്ചസ് ആണ് ഈസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെവിടെയാണ്? ചൈനയിലാണ്. അപ്പം നമ്മൾ തുടക്കം പഠിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ ഹിമാലയത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല അറിയാം. നമുക്ക് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ഇന്ത്യയിൽ മാത്രമല്ല വരുന്നത്. ഇന്ത്യയുടെ സൈഡിലുള്ള കുറച്ച് രാജ്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്താണ് ഹിമാലയ പർവ്വതനിരകൾ പോകുന്നത്. അതായത് നമ്മുടെ എന്താണ് പാകിസ്ഥാൻ, ചൈന, പിന്നെന്താണ് ടിബറ്റൻ പ്ലേറ്റു, ഇതിൻ്റെയൊക്കെ ടച്ച് ചെയ്ത് നേപ്പാൾ, ഭൂട്ടാനൊക്കെ ടച്ച് ചെയ്താണ് ഹിമാലയ മൗണ്ടൻ റേഞ്ചസ് പോകുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഭാഗം എവിടെയാണ് വരുന്നത്? ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ പാമർ നോട്ട് ഇന്ത്യയിലല്ല, തെറ്റിപ്പോകരുത്. പാമർ നോട്ട് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം റേഞ്ചറിൻ്റെ ഏറ്റവും നോർത്ത് മോസ്റ്റ് ഉള്ള ഒരു ജംഗ്ഷനാണ് പാമർ നോട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന ഭാഗം നമ്മുടെ ട്രാൻസ് ഹിമാലയ മാത്രമാണ്. അതായത് ട്രാൻസ് ഹിമാലയയുടെ ഒരു പോർഷൻ മാത്രമാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ റേഞ്ച് ഏതാണ്? കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സാസ്കർ റേഞ്ച്, പിർ പഞ്ചാൽ റേഞ്ച്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് കണ്ടിന്യൂസ് ചെയ്താണ് ആര് പോകുന്നത്? ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം. അപ്പോൾ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലാറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എന്താണ്? ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഡിവിഷൻ നടത്താം, നമുക്ക് വെർട്ടിക്കലായിട്ട് എന്ത് നടത്താം? ഡിവിഷൻ നടത്താം. അപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ നമ്മൾ എന്താണ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ലാറ്റിറ്റ്യൂഡ് അഥവാ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്തിട്ടുള്ള മൂന്നായിട്ടാണ്. ഏതൊക്കെയാണ്? ഹിമാദ്രി അതായത് ഗ്രേറ്റർ ഹിമാലയ, ലെസർ ഹിമാലയ അതായത് ഹിമാചൽ, മൂന്നാമത് എന്താണ് വരുന്നത്? സിവാലിക്. അപ്പോൾ അത് വരുന്ന രീതി ഇതാ എങ്ങനെയാണ്? അതായത് ഗ്രേറ്റർ ഹിമാലയ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഗ്രേറ്റർ ഹിമാലയ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ തൊട്ട് താഴെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ലെസർ ഹിമാലയ അഥവാ ഹിമാചൽ. ലെസർ ഹിമാലയ സ്റ്റാർട്ട് ചെയ്യും. തൊട്ട് താഴെ ലെസർ ഹിമാലയ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മൗണ്ടൻ റേഞ്ചസ് ആണ് വരുന്നത്? സിവാലിക് ആണ്. അത് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? സിവാലിക് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏറ്റവും പുറത്ത് അതായത് ഇന്ത്യയുടെ ഒരു കവചം പോലെ എന്താണ് നമ്മുടെ മൗണ്ടൻ റേഞ്ചസ്, ഒരു അംബർല പോലെ എന്ത് നിൽപ്പുണ്ട്? മൗണ്ടൻ റേഞ്ചസ് നിൽപ്പുണ്ട്. ഏത്? നമ്മുടെ
ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസ് ഇന്ത്യയെ കവർ ചെയ്തിട്ടുള്ള ഒരു കുട പോലെ നിപ്പുണ്ട്. അതിൽ ഏറ്റവും പുറമേ നിൽക്കുന്നത് ആരാണ്? ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയാണ് എന്ത് ഏറ്റവും ഔട്ടറായിട്ട് വെളിയിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഗ്രേറ്റർ ഹിമാലയാണ് ഏറ്റവും കൂടുതൽ ആൾട്ടിറ്റ്യൂഡ് ഉള്ളത്. ഈ ഗ്രേറ്റർ ഹിമാലയയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പീക്സ്, ഏറ്റവും വലിയ പീക്സ്, അതായത് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജുങ്ക പോലെയുള്ള ഒരുപാട് പീക്സുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് താഴെ വരുന്ന പോർഷനാണ് എന്ത്? ലെസ്സർ ഹിമാലയ. അതായത് ഹിമാദ്രിയുടെയും സിവാലിക്കിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പോർഷൻ, ഹിമാദ്രിയുടെയും സിവാലിക്കിൻ്റെയും നടുക്ക് വരുന്ന പോർഷനാണ് എന്ത്? ലെസ്സർ ഹിമാലയ. ഹിമാചൽ അല്ലെങ്കിൽ എന്താണ്? ലെസ്സർ ഹിമാലയ. അപ്പോൾ ഹിമാദ്രി, ലെസ്സർ ഹിമാലയ, സിവാലിക്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഹിമാദ്രി, അതായത് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ്? പീക്കുകളാണ്, പീക്സ് ആണ്. ഏറ്റവും പർവ്വത നിരകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കൊടിമുടികളാണ്. അതായത് എന്താണ്? മൗണ്ട് എവറസ്റ്റ് പോലുള്ള കൊടുമുടികളാണ് ഇവിടെ കാണുന്നത്, ഹിമാദ്രിയിൽ കാണുന്നത്. ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 8000 എന്താണ് നമ്മൾ പറയുന്നത്? 8848 മീറ്റർ വരെ എന്താണ് ഹൈറ്റ് വരുന്ന കൊടുമുടികളാണ് ഇവിടെ കാണുന്നത്, ഹിമാദ്രിയിൽ കാണപ്പെടുന്നത്. ഇനി ലെസ്സർ ഹിമാലയ അഥവാ ഹിമാചലിൽ കാണപ്പെടുന്നത് എന്താണ്? ഹിൽ സ്റ്റേഷൻസ് ആണ്. നിങ്ങൾ മാറിപ്പോരുത്, പീക്സുകളാണ് ഏതി കാണുന്നത്? നമ്മുടെ ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? കൊടുമുടികളാണ്. അത് രണ്ടാമത് വരുന്നത് എന്താണ്? ഹിൽ സ്റ്റേഷൻസ്. അത് കാണുന്നത് എവിടെയാണ്? ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയയിലാണ്. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൈൻ റേഞ്ച് ഏതെന്ന് പറയാം നമുക്ക്? ഹിമാദ്രി ആണെന്ന് പറയാം. കാര്യം എന്താണ്? ഇന്ത്യയുടെ ഒരു കുട പോലെ ഏറ്റവും ഔട്ടർ പോർഷനിൽ കവർ ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മുടെ ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയയാണ് എന്ത് ആദ്യമായിട്ട് ഉണ്ടായത്. നമ്മുടെ ഗ്രേറ്റർ ഹിമാലയ കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന ആളാണ് എന്ത്? ലെസ്സർ ഹിമാലയ. ഏറ്റവും യങ്ങസ്റ്റും ഏറ്റവും അവസാനവും ഉണ്ടായ ആരാണ്? സിവാലിക്കാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാദ്രിയുടെ തൊട്ട് താഴെ ഹിൽ സ്റ്റേഷൻസ്, കുറച്ചും കൂടെ ആൾട്ടിറ്റ്യൂഡ് കുറവാണ് ഹിൽ സ്റ്റേഷൻസിന്. വളരെ ആൾട്ടിറ്റ്യൂഡ് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ത്? സിവാലിക്സിലുള്ള മൗണ്ടൈൻ റേഞ്ചസിനും സിവാലിക്സിൽ ഏറ്റവും കൂടുതൽ ഹിൽ സ്റ്റേഷൻസോ പീക്സുകളോ അല്ല കാണപ്പെടുന്നത്. തെറ്റിപ്പോരുത്, ഹിമാദ്രിയിലാണ് കൊടുമുടികളുള്ളത്. നമ്മുടെ ലെസർ ഹിമാലയയിൽ വരുന്നത് ഹിൽ സ്റ്റേഷൻസ് ആണ്. കുലു, മണാലി ഒക്കെ പോലുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ് നമ്മുടെ എവിടെ വരുന്നത്? ലെസർ ഹിമാലയയിൽ വരുന്നത്. അവസാനത്തെ സിവാലിക്സിൽ വരുന്നത് ഡ്യൂൺസ് ആണ്. ഡെറാ ഡ്യൂൺ പോലുള്ള ഡ്യൂൺസ് ആണ് എന്ത് വരുന്നത്? സിവാലിക്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എന്താണ് ഗ്രേറ്റർ ഹിമാലയ? എന്താണ്? അപ്രോക്സിമേറ്റ്ലി 2500 കിലോമീറ്റർ എന്തുണ്ട്? നമ്മുടെ ഈസ്റ്റ് ടു വെസ്റ്റ് 2500 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അത് മാത്രമല്ല ആവറേജ് ഹൈറ്റ് എന്താണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയ ഏറ്റവും നോർത്ത് മോസ്റ്റ് ആണ്. പക്ഷെ ട്രാൻസ് ഹിമാലയ അല്ല ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് കൂടുതൽ. ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് കൂടുതൽ എന്താണ്? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി ഉൾപ്പെടുന്ന മൗണ്ടൈൻ റേഞ്ചസിനാണ് ആൾട്ടിറ്റ്യൂഡ് കൂടുതൽ, അഥവാ 6100 മീറ്റേഴ്സ് കൂടുതൽ എന്തുണ്ട്? ഹൈറ്റ് ഉണ്ട്. വിഡ്ത്ത് വരുന്നത് എന്താണ്? 25 കിലോമീറ്റർ ആണ്. ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ലെസ്സർ ഹിമാലയ. ലെസ്സർ ഹിമാലയ ഞാൻ പറഞ്ഞു കൂടുതലും ഉള്ളത് ഹിൽ സ്റ്റേഷൻസ് ആണ് ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയത്തിൽ. അത് മാത്രമല്ല വാലീസ് എന്തുണ്ട്? നമ്മുടെ ലെസ്സർ ഹിമാലയസിലുണ്ട്. വാലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? കാശ്മീർ വാലീസ്, കാംഗ്ര ആൻഡ് കുലു വാലീസ്. ഞാൻ പറഞ്ഞു കുലു ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഉള്ള ഹിമാചലിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാലീസ് ആണ് കാശ്മീറും കുലുവും കാംഗ്ര വാലീസും. അപ്പോൾ നമ്മൾ പറയും കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാശ്മീർ വാലിയെ പറ്റി നമ്മളൊരു 2 പോയിന്റ് അറിഞ്ഞിരിക്കണം. കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? അവിടുത്തെ ഒരു നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് എന്താണ് വിളകളും അവിടുത്തെ സാഫ്രോൺ, അതായത് നമ്മുടെ കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാശ്മീരിലാണ്. അപ്പോൾ ആപ്പിള്, കുങ്കുമപ്പൂവ് അങ്ങനത്തെ കുറച്ച് അവിടുത്തെ തന്നെ പ്രത്യേകതരം നേറ്റീവ് ആയിട്ടുള്ള വിളകളെല്ലാം എന്താണ് വിളയാനായിട്ട് സഹായിക്കുന്ന ഒരു സോയിൽ ടൈപ്പാണ് കരാവാസ്. അപ്പോൾ
ലെസ്സർ ഹിമാലയ അഥവാ ഹിമാചലില് അവരുടേതായിട്ടുള്ള നേറ്റീവ് വിളകൾ വിളയാനായിട്ട് സഹായിക്കുന്ന സോയിൽ ടൈപ്പാണ് എന്ത്? കെരേവാസ്. അവിടുത്തെ ഗ്ലേഷ്യൽ സിൽസ് എല്ലാം കൂടെ എന്താണ് കൂടിച്ചേർന്നുണ്ടായ ഒരു പ്രത്യേകതരം സോയിലാണ് എന്ത്? കെരേവാസ്. അപ്പോൾ അത് വളരെയധികം എന്താണ് യൂസ്ഫുൾ ആണ് അവിടെയുള്ള വിളകൾ പെട്ടെന്ന് വളരാനായിട്ട്. സോ അതേപോലെ തന്നെ കാശ്മീർ ഹിമാലയസിൽ എന്തുണ്ട്? സാഫ്രോൺ, ഞാൻ പറഞ്ഞു സാഫ്രോൺ ഉണ്ട്, ഓർക്കിഡുകൾ, ആപ്പിൾസ്, പീച്ച്, ആൽമണ്ട് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാൻ കെരേവാസ് സോയിൽ ടൈപ്പിന് കഴിയും. ഓക്കെ, ഇതാണ് എന്ത്? ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയ. അപ്പോൾ ഏറ്റവും അവസാനം വരുന്ന ആൾ ആരാണ്? സിവാലിക്. അപ്പോൾ സിവാലിക്കില് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സിവാലിക്കിൽ എന്താണ്? സിവാലിക്കിൽ ഡ്യൂൺസ് ഉണ്ട്. സിവാലിക്കിൽ ഡ്യൂൺസ് ആണുള്ളത്. നമ്മുടെ ഹിമാചൽ, അതായത് ഹിമാചൽ ലെസർ ഹിമാലയ, പിന്നെ ഹിമാദ്രി, സിവാലിക്, അതിൽ ഡ്യൂൺസ് കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? സിവാലിക്കിലാണ്. ഈ ഹൈറ്റ് ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് എന്ത്? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി. 6000 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. നേരെ കമ്പയർ ചെയ്യുമ്പോൾ സിവാലിക്കിന് എന്താണ് 600 മുതൽ 1500 മീറ്റേഴ്സാണ് ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഡ്യൂൺസ് ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ഡൗട്ട് വരാം, എന്താണ് ഡ്യൂൺസ്, എന്താണ് ഹിൽ സ്റ്റേഷൻസ്, മൗണ്ടെയ്ൻസ്? ഇവരെ 3 പേരുള്ള കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ കൂടുതലും ഈ പീക്കുകൾ അഥവാ കൊടുമുടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഗ്രഭാഗങ്ങൾ ഏറ്റവും ടോപ്പ് ഭാഗം കുറച്ച് പോയിന്റഡ് ആയിരിക്കും. സാധാരണ നമ്മുടെ പീക്കുകൾ പോയിന്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് മാത്രമല്ല ആൾട്ടിറ്റ്യൂഡ് വൈസ് നോക്കുമ്പോഴും വളരെ കൂടുതലായിരിക്കും. ഇനി ഹിൽ സ്റ്റേഷൻസ്, അതായത് ഹില്ലി റീജിയൻസ് പറയുമ്പോൾ അത്ര പോയിന്റഡ് ആയിരിക്കില്ല, ഒരു കർവ്ഡ് പോർഷൻ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് പീക്സിനെക്കാട്ടിയും കുറച്ച് കുറവായിരിക്കും. ഇനി ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളാണ്. ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡായിട്ട് നമ്മുടെ അതായത് സിവാലിക്സിൻ്റെയും ലെസർ ഹിമാലയയുടെയും ഇടയ്ക്കുണ്ടാകുന്ന വാലീസിനെയാണ് നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം, എന്താ നോക്കിയോ. രണ്ട് പർവ്വത നിരകളാണ്, രണ്ട് മൗണ്ടെയ്ൻസ് ലോഞ്ചിറ്റ്യൂഡിനലി അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ വാലീസിനെ പറയുന്ന പേരാണ് എന്ത്? ഡ്യൂൺസ്. രണ്ട് മൗണ്ടെയ്ൻസിൻ്റെ ലോഞ്ചിറ്റ്യൂഡായിട്ടുള്ള രണ്ട് മൗണ്ടെയ്ൻസിൻ്റെ നടുക്ക് വരുന്ന വാല്യൂസിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്യൂൺസ്. എക്സാമ്പിൾ എന്താണ്? ഡെറാഡ്യൂൺ. ഏതൊക്കെ ഡ്യൂണാണുള്ളത്? എന്താ? ഡെറാഡ്യൂൺ ഉണ്ട്, കോട്ട്ലി ഡ്യൂൺ ഉണ്ട്, പിഞ്ചോർ ഡ്യൂൺ ഉണ്ട്, പാട്ട്ലി ഡ്യൂൺ ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് വരുന്നത്? സിവാലിക്കിലാണ് ഈ ഡ്യൂൺസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഹിൽ സ്റ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഷിംല, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള എന്താണ്? ഷിംല, മണാലി, ധർമ്മശാല, ഡൽഹൌസി. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ്. എവിടെയുള്ള? ലെസർ ഹിമാലയത്തിലുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള പീക്സ് ഉള്ളത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്, അഥവാ ഗ്രേറ്റർ ഹിമാലയയിലാണ്. തെറ്റിപ്പോരുത്, ഗ്രേറ്റർ ഹിമാലയ ഹിമാദ്രിയാണ്, ഹിമാചൽ അല്ല. അപ്പോൾ പീക്സ് 8000, അതായത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് 8848 മീറ്ററോളം ഹൈറ്റ് വരുന്ന മൗണ്ട് എവറസ്റ്റ് വരെ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയത്തിലാണ്, നമ്മുടെ ഹിമാദ്രിയിലാണ്. അടുത്ത ഏതാണ്? കാഞ്ചൻജുംഗ. അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ പീക്കാണ് ആര്? കാഞ്ചൻജുംഗ. 8586 മീറ്റർ ആണ് വരുന്നത്. മക്കാലു, ധൗളഗിരി, നങ്ക പർബത്, അന്നപൂർണ, നന്ദാദേവി, ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരെല്ലാം എന്താണ്? ഇവരുടെ ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. അതായത് ഏറ്റവും കൂടുതൽ മൗണ്ട് എവറസ്റ്റ്, പിന്നെ കാഞ്ചൻജുംഗ, പിന്നെ എന്താണ് അവസാനം എന്താണ് വരുന്നത്? നന്ദാദേവി. ഇനി ഒരുപാട് എന്തുണ്ട്? പീക്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏതാണ്? ഇതേപോലുള്ള പീക്സ് ആണ്. അപ്പം നമുക്കൊരു ഡൗട്ടിൻ്റെ കാര്യം ഇവിടെ ഇല്ല. പീക്സ് ഹിമാദ്രി, ഹിമാചലിൽ എന്താണ് വരുന്നത്? ഹിൽ സ്റ്റേഷൻസ്, സിവാലിക്കിൽ ഡ്യൂൺസ്. ഓക്കെ, ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് വരുന്ന മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലുള്ള വാലീസ് ആണ് എന്ത് പറയുന്നത്? ഡ്യൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ലാറ്റിറ്റ്യൂഡായിട്ട് ഹിമാലയത്തിനെ തിരിച്ചു കഴിഞ്ഞു.
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ലാറ്റിറ്റ്യൂഡായിട്ട് വരുന്നത്? ഹിമാദ്രി, ഫസ്റ്റ് വരുന്നത് ട്രാൻസ് ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്സ്. അപ്പോൾ ഇനി അടുത്ത ഏതാണ് വരുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ അഥവാ വേർട്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസിനെ ഡിവൈഡ് ചെയ്താൽ 4 മൗണ്ടൈൻ റേഞ്ചസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വേർട്ടിക്കലി, അതായത് നേരത്തെ പറഞ്ഞത് എന്താണ്? ഹൊറിസോണ്ടലി ആണ്, ഇത് വേർട്ടിക്കലി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഈ റിവറിന്റെ പേരാണ് എന്ത്? ഇൻഡസ്. നമുക്കറിയാം ഇൻഡസിനും സത്ലേജിനും ഇടയിലുള്ള മൗണ്ടൈൻ റേഞ്ചസിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമൺ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? പഞ്ചാബ് ഹിമാലയാസ് എന്ന് വിളിക്കാം. അതായത് ഇൻഡസിനും എക്സ്റ്റെൻഡഡ് ബിറ്റ്വീൻ ഇൻഡസ് ആൻഡ് സത്ലജ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണ്? സത്ലജിനും ഇൻഡസിനും ഇടയ്ക്കുള്ള ഹിമാലയൻ റേഞ്ചസിന്റെ പേരെന്ത്? അത് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അത് ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നോർത്തിൽ സത്ലജിന്റെയും ഇൻഡസിന്റെ ഇടയിലുള്ള ഹിമാലയൻ റേഞ്ചസ് ആണ് എന്ത്? പഞ്ചാബ് ഹിമാലയാസ്. നെക്സ്റ്റ് എന്താണ്? സത്ലജിനും കാളി റിവറിനും അടുത്തുള്ള ഹിമാലയൻ റേഞ്ചസ് എന്താണ്? കുമാവോൺ ഹിമാലയാസ്. അപ്പോൾ സത്ലജിനും കാളി റിവറിന്റെ അടുത്തുള്ളത് കുമാവോൺ ഹിമാലയസ് ആണ് രണ്ടാമത് വരുന്നത്. ഇനി കാളി റിവറിനും ടിസ്തയും കാളിക്കും ഇടയിലുള്ള ഹിമാലയൻ റീജിയസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിമാലയൻ റീജിയസ് എന്താണ്? നേപ്പാൾ ഹിമാലയസ്. എന്തുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഏറ്റവും വലിയ പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഉള്ളത് ഏത് ഹിമാലയസിലാണ്? നേപ്പാൾ ഹിമാലയസിലാണ്. ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ വിസ്തീർണം കൂടുതലുള്ളതും നേപ്പാൾ ഹിമാലയസിലാണ്. അപ്പം നേപ്പാൾ ഹിമാലയസ് വരുന്ന എവിടെയാണ്? ബിറ്റ്വീൻ കാളി ആൻഡ് തീസ്ത റിവർ. ഇനി അവസാനം തീസ്തയുടെയും ബ്രഹ്മപുത്രയുടെയും, അതിന് ഇങ്ങനെ ഏറ്റവും നോർത്ത് ഈസ്റ്റ് സ്ഥലം വരുന്നത് എന്താണ്? തീസ്തയുടെയും ബ്രഹ്മപുത്ര റിവറിന്റെയും അടുത്ത് വരുന്ന, അതായത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഹിമാലയസ് ആണ് എന്ത്? ആസാം ഹിമാലയ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണ്, ആസാമി മാത്രം ഉണ്ട് എന്നല്ല, കോമൺ ആയിട്ടുള്ള പേരാണ് എന്ത്? ആസാം ഹിമാലയാസ് ബിറ്റ്വീൻ തീസ്ത ആൻഡ് ബ്രഹ്മപുത്ര. നേപ്പാൾ ഹിമാലയാസ് ബിറ്റ്വീൻ കാളി ആൻഡ് തീസ്ത, കുമാവോൺ ഹിമാലയാസ് ബിറ്റ്വീൻ സത്ലജ് ആൻഡ് കാളി, പഞ്ചാബ് ഹിമാലയാസ് ബിറ്റ്വീൻ ഇൻഡസ് ആൻഡ് സത്ലജ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേർട്ടിക്കൽ ഡിവിഷൻ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ. അപ്പോൾ ഈ ഓരോ ഹിമാലയ റീജിയൻസിനും അതേതായിട്ടുള്ള എന്തുണ്ട്? എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൻ്റെ ഈസ്റ്റ് ടു വെസ്റ്റ് 560 കിലോമീറ്റർ എന്തുണ്ട്? വിസ്തീർണ്ണമുണ്ട്. ഏതിന്? പഞ്ചാബ് ഹിമാലയസിന്. കുമായോണത്തിനാണല്ലോ. ഹിമാലയനാണെങ്കിൽ 320 കിലോമീറ്റർ ഉണ്ട്. നേപ്പാൾ ഹിമാലയത്തിന് 800 കിലോമീറ്റർ, ആസാം ഹിമാലയ 720 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ നീളമുള്ളത് ഏതാണ്? നേപ്പാൾ ഹിമാലയസ് ആണ്. 800 കിലോമീറ്ററിൽ കൂടുതൽ വിസ്തീർണം എന്തിനുണ്ട്? നേപ്പാൾ ഹിമാലയത്തിന് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, ഓരോ ഹിമാലയത്തിനും അവരുടേതായിട്ടുള്ള ഏറ്റവും വലിയ പീക്കുകൾ ഉണ്ടായിരിക്കും, മൗണ്ടൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആര്? പഞ്ചാബ് ഹിമാലയയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ആര് വരുന്നത്? നങ്ക പർവ്വത് വരുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഡ് കാശ്മീരിലാണ് എന്ത് വരുന്നത്? നങ്ക പർവ്വത് എവിടെയാണ് കാണപ്പെടുന്നത്? പഞ്ചാബ് ഹിമാലയ. നങ്ക പർവ്വത് കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയയിലാണ്, തെറ്റിപ്പോകരുത്. ഇനി കുമയോൺ ഹിമാലയയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മൗണ്ടെയിൻ ആരാണ്? നന്ദാദേവിയാണ്. നമ്മൾ കേട്ടുള്ള നന്ദാദേവിയാണ് സെക്കൻഡ് മോസ്റ്റ്, ഏറ്റവും കുമയോൺ ഹിമാലയത്തിൽ വരുന്ന ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്ക് വരുന്നത് എന്താണ്? നന്ദാദേവിയാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഉത്തരാഖണ്ഡിലാണുള്ളത്. നന്ദാദേവി ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഇനി നേപ്പാൾ ഹിമാലയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നേപ്പാൾ ഹിമാലയത്തിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ളത് എന്താണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഞാൻ വേറെ സംശയമില്ല, എന്താണ്? മൗണ്ട് എവറസ്റ്റ് ആണ് നേപ്പാളിലെ ഏറ്റവും വലിയ പീക്ക്. കാണപ്പെടുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്, ഇന്ത്യയിലല്ല, നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് കാണുന്നത്. ഇനി ആസാം ഹിമാലയയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഹയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏതാണ്? നാംച ബർവ. ആസാം ഹിമാലയ എന്ന് പറഞ്ഞാൽ ആസാമിലല്ല, ടിബറ്റൻ റീജിയൻ ആണ് വരുന്നത്. ടിബറ്റൻ ജസ്റ്റ് അരുണാചൽ പ്രദേശുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, ബട്ട് ടിബറ്റിലാണ് ഏറ്റവും കൂടുതൽ നാംച ബർവ
സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ആസാം ഹിമാലയയിൽ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പീക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ ഓഫ് ഹിമാലയയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹിമാലയ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഹിമാലയ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ, എൻഡ് ചെയ്യുന്നത് എവിടെ? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ്. അപ്പോൾ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ടച്ച് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യ, ഇന്ത്യയിലുണ്ട് നമുക്കറിയാം. പിന്നെ എവിടെയാണ്? ടിബറ്റ്, ചൈന. പിന്നെ ഭൂട്ടാൻ. 4 നേപ്പാൾ. 5 എവിടെയാണ്? പാകിസ്ഥാൻ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മ്യാൻമർ ടച്ച് ചെയ്യുന്നതിന് മുന്നേ എന്താണ്? മ്യാൻമർ ടച്ച് ചെയ്യുന്നതിന് മുന്നേ എന്താണ്? ഹിമാലയൻ റേഞ്ചസ് എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് കടന്നു പോയി എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? മ്യാൻമറിലാണ്. അപ്പോൾ പാകിസ്ഥാനിൽ, ചൈനയിൽ, ഇന്ത്യയിൽ, നേപ്പാൾ, ഭൂട്ടാൻ ഉള്ള എല്ലാം എന്താണ് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, മ്യാൻമറിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലും എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ ഏതൊക്കെയാണ് കടന്നു പോകുന്നത്? അപ്പോൾ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് കടന്നു പോകുന്നത് ഇന്ത്യയിൽ 13 സ്റ്റേറ്റുകളിലാണ്. പണ്ട് യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, ഇപ്പോൾ ജമ്മു കാശ്മീർ എന്താണ്? സ്റ്റേറ്റാണ്. അപ്പോൾ 13 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കൂടെയാണ് എന്ത്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് പാസ് ചെയ്ത് പോകുന്നത്. ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ. ഇത് വരുന്നതെല്ലാം നോർത്ത് ഈസ്റ്റ് ആണ്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ആസാം, വെസ്റ്റ് ബംഗാൾ. ഈ ആസാം വരെ വരുന്നത് നോർത്ത് ഈസ്റ്റ് മേഖലയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കിയാൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ ഒരു 13 ഇന്ത്യൻ സ്റ്റേറ്റ്സിലൂടെയാണ് എന്ത്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഹിമാദ്രി, ലെസർ ഹിമാലയ, സിവാലിക്, പഞ്ചാബ് ഹിമാലയ, കുമോൺ ഹിമാലയ, നേപ്പാൾ, ആസാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ശരിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ട്രാൻസ് ഹിമാലയ എന്ത് ഡിവൈഡ് ചെയ്യാത്ത? ട്രാൻസ് ഹിമാലയ എന്താണ്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ട്രാൻസ് ഹിമാലയ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ, അതായത് നമ്മുടെ ഹിമാദ്രി ഉൾപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. തൊട്ട് നോർത്ത് മോസ്റ്റ് ഭാഗത്തിലാണ് എന്ത് വരുന്നത്? ട്രാൻസ് ഹിമാലയ വരുന്നത്. പിന്നെ ഇതോ ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഹിമാദ്രിയും ലെസറും സിവാലിക്കും. അപ്പോൾ സിവാലിക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ സിവാലിക് എന്ന് വെച്ചാൽ ഗ്രേവല്, എന്താണ് ഗ്ലേഷ്യൽ സ്ലിറ്റ്സ് പോലുള്ള എന്താണ്
വളരെയധികം റഫായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല സീവാലിക്കിലുള്ളത്. ഏറ്റവും യങ്ങസ്റ്റ് ആണ്. ഇത് കുറേ നാളുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യങ്ങസ്റ്റ് ആയിട്ടുള്ള ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഏതാണ്? സിവാലിക്കാണ്. സിവാലിക് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലേഷ്യൽ സ്ലിറ്റ്സ്, ഗ്രേവൽ പോലുള്ള സാധനങ്ങൾ കൊണ്ടാണ് സിവാലിക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും യങ്ങസ്റ്റ് ആണ്. ഇപ്പോഴും എന്താണ് സിവാലിക് ഡ്യൂൺസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഓൾഡാണ് എന്ത് വരുന്നത്? ലെസ്സർ. അപ്പോൾ ലെസ്സർ കുറച്ചും കൂടെ എന്താണ്? കട്ടിയുള്ള റഫായിട്ടുള്ള റഗ്ഗഡ് ആയിട്ടുള്ള ടെറൈനാണുള്ളത്. ലെസ്സറിൽ എന്താണ് വരുന്നത്? റഗ്ഗഡ് ആയിട്ടുള്ള ടെറൈനാണുള്ളത്. റഫായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. ഇനി ഹിമാദ്രിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ എന്താണ്? ഏറ്റവും കൂടുതൽ മഞ്ഞ് മൂടിയ കൊടുമുടികളാണ് ഹിമാദ്രിയിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റൊക്കെ പോകാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ ലെസ്സറിലും പോകാൻ നമുക്ക് സിവാലിക്കിലും ടൂറിസ്റ്റിന് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഹിമാദ്രിയിൽ വളരെ പാടായിരിക്കും. എന്താണ്? ഹിമാലയയിൽ ഏറ്റവും കൂടുതൽ തണുപ്പും അതേപോലെ തന്നെ ഏറ്റവും വലിയ പീക്സും ഉള്ള സ്ഥലമാണ് ഹിമാദ്രി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനവാസ മേഖല വളരെ കുറവാണ്, എന്നാലും കുറച്ചുള്ളത് സിവാലിക്, ലെസർ ഹിമാലയയുടെ താഴെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു ബേസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ് റേഞ്ചസ് ഓഫ് ഹിമാലയാസ് ഇസ് ബൾട്ടാരോ ഗ്ലേസിയർ ലൊക്കേറ്റഡ്? അപ്പോൾ ഈ ഒരു ഗ്ലേസിയറിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചു. ബൾട്ടാരോ ഗ്ലേസിയർ അതുള്ള എവിടെയാണ്? കാരക്കോറം റേഞ്ചിലാണുള്ളത്. പുറത്ത് വെച്ചു. ബൾട്ടാരോ ഗ്ലേസിയർ വരുന്ന എവിടെയാണ്? കാരക്കോറം റേഞ്ചിലാണ്. വിച്ച് ഹിമാലയൻ റേഞ്ച് ഈസ് നോർത്ത് മോസ്റ്റ് ആൻഡ് കണ്ടെയ്ൻസ് ലോഫീസ്റ്റ് പീക്സ്? ഏറ്റവും നോർത്തിൽ കാണപ്പെടുന്ന മൗണ്ടെയിൻ ഏതാണ്? ഏറ്റവും വലിയ കൊടുമുടികൾ അഥവാ പീക്സ് സിറ്റുവേറ്റ്, അതായത് ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? പറയാം, നമുക്കറിയാം. ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയയിലാണ് എന്തുള്ളത്? ഏറ്റവും വലിയ പീക്സ് ഉള്ളത്. Which physiographic divisions of India is made of clay, sand, gravel, slate, boulders? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഗ്രേവല്, സാൻഡ്, സ്ലേറ്റ് അതേപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫിസിയോളജിക്കൽ ഡിവിഷൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എന്താണ്? സിവാലിക്സ് ആണ്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനം വരുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ആണ് എന്ത്? സിവാലിക്സ്. സിവാലിക്സ് ആണ് എന്ത്? മെയ്ഡപ്പ് ഓഫ് ഗ്രേവൽ, സ്ലേറ്റ്, സാൻഡ്, ക്ലേ പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് എന്ത്? സിവാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. ഒരു ഗവൺമെന്റ് നമ്മുടെ അതായത് ഹിമാലയ മൗണ്ടെയിൻ റേഞ്ചസിനെ കൺസർവ് ചെയ്യാനായിട്ട് ഒരു സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രോജക്റ്റ് ആണ്. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. The project focused on securing livelihoods, conservation, sustainable use and reforestation of high-range Himalayan ecosystem is National Mission for Sustaining Himalayan Ecosystem, Sikkim Organic Mission, Secure Himalaya, Indian Himalayas Climate and Adaptation Program. അപ്പോൾ ഹിമാലയയെ സംരക്ഷിച്ചുകൊണ്ട്, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിനെ സംരക്ഷിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? സെക്യൂർ ഹിമാലയ ആണ്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഇതും കൂടെ കൂട്ടത്ത് പഠിച്ചു പോകണം, നല്ലതാണ്. എന്താണ്? സെക്യൂർ ഹിമാലയ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നത് 2017 കൊണ്ടുവന്നത്. 2017 ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ അവിടെയുള്ള എന്താണ്? അവിടെയുള്ള കൺസർവേഷൻ, അവിടെയുള്ള ലിവ്ലിഹുഡ്, അവിടെയെല്ലാം എന്താണ്? സസ്റ്റൈനബിൾ യൂസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റാണ് സെക്യൂർ ഹിമാലയ. തുടങ്ങിയത് 2017. കുമയോൺ ഹിമാലയസ് ലൈസ് ബിറ്റ്വീൻ വിച്ച് ടു റിവർ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുമയോൺ ഹിമാലയ ഏത് റിവറിൻ്റെ എന്താണ് അടുത്താണ് ഉള്ളത്? ഏത് റിവറിൻ്റെ ബിറ്റ്വീൻ രണ്ട് ഭാഗത്ത് നടുക്ക് വരുന്ന കുമയോൺ ഹിമാലയയുടെ ലെഫ്റ്റും റൈറ്റും ഏത് റിവേഴ്സാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാം. അപ്പോൾ കുമയോൺ ഹിമാലയ മാത്രമല്ല, പഞ്ചാബ് ഹിമാലയ, അസം ഹിമാലയ ബിറ്റ്വീൻ എന്താണ് റിവേഴ്സ് ആണ്? ഇൻഡസ്, സത്ലജ്, അങ്ങനെ ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് വരുന്നത്? സത്ലജ് കാളി റിവറിലാണ് വരുന്നത്. സത്ലജ് കാളി റിവറിൽ ആണ് എന്ത് വരുന്നത്? കുമയോൺ ഹിമാലയ വരുന്നത്. മറന്നു പോകരുത്, സത്ലജ് കാളി.
സോ അപ്പോൾ നമ്മളിന്ന് പഠിച്ച എന്താണ്? ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്, ട്രാൻസ് ഹിമാലയ, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്, നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ട്രാൻസ് ഹിമാലയ തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രാൻസ് ഹിമാലയ സ്റ്റാർട്ട് ചെയ്ത് നേരെ വരുന്ന എവിടെയാണ്? ഹിമാലയൻ റേഞ്ചസ് ആണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? കാരക്കോറം മൗണ്ടൻ റേഞ്ചസ്, പിർപ്പഞ്ചാൽ, സാസ്കർ, അതേപോലെ തന്നെ ലഡാക്ക്. അപ്പോൾ ലഡാക്ക്, കാരക്കോറാണ് ഏറ്റവും നോർത്ത് മോസ്റ്റ് പോർഷൻ. നമ്മൾ പറഞ്ഞു നോർത്ത് മോസ്റ്റ് പോർഷൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലം എന്താണ്? പാമർ നോട്ടാണ്, അഥവാ ജംഗ്ഷനാണ്. അത് കഴിഞ്ഞ് നേരെ പാസ് ചെയ്ത് വരുന്നത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്, ഹിമാദ്രി, സിവാലിക്, എന്താണ് ഹിമാദ്രി, ലെസർ, സിവാലിക്. പിന്നെ എവിടെയാണ് പാസ് ചെയ്ത് പോകുന്നത്? നോർത്ത് ഈസ്റ്റിലാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി ലാറ്റിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പഞ്ചാബ് ഹിമാലയ, അത് കഴിഞ്ഞ് എന്ത് വരും? പഞ്ചാബ് ഹിമാലയ, കുമയൂൺ ഹിമാലയ, നേപ്പാൾ, ആസാം. അങ്ങനെ ഒരു 4 രീതിയിലാണ് എന്ത് വരുന്നത്? നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. കാര്യം കാരക്കോറം റേഞ്ച് തൊട്ട് താഴെ എന്ത് തരും? കാരക്കോറം റേഞ്ച്, മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജുങ്ക, അങ്ങനെ ഒരു എന്താണ് ഒരു ഓഡ് വൺ ഔട്ട് രീതിയിൽ നമുക്ക് തന്നാൽ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് കാരക്കോറം റേഞ്ച്. കാര്യം എന്താണ്? മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജുങ്കയും നന്ദാദേവിയും ഒക്കെ വരുന്നത് ഏതിലാണ്? ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിലാണ്. ബട്ട് കാരക്കോറം വരുന്നത് എന്താണ്? ട്രാൻസ് ഹിമാലയയാണ്. എക്സാക്ട് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിലല്ല, ട്രാൻസ് ഹിമാലയാണ്. ആൾട്ടിറ്റ്യൂഡ് കൂടുതൽ എവിടെയാണ്? ഹിമാദ്രി അഥവാ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിലാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലുള്ള ഹോട്ട് ടോപ്പിക്കാണ്. SSC, അതേപോലെ തന്നെ RRB, നമ്മുടെ PSC പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫിസിക്കൽ ജോഗ്രഫിയിൽ, ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത് നമ്മൾ പറഞ്ഞ മൗണ്ടൻ റേഞ്ചസ് അഥവാ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് വരും? ഈസ്റ്റേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുൾ ഈ ഒരു 6 ഫിസിക്കൽ ഡിവിഷൻസും വളരെ ക്ലാരിറ്റിയോടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും PYQസും നമുക്ക് നോക്കിയതിന് ശേഷം നോക്കി പ്രാക്ടീസ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ താങ്ക് യു.